കേരളത്തിലെ പുതിയ വിവാദം സുംബ വിവാദമാണ്. എന്തുകൊണ്ട് സുംബ കളിച്ചുകൂടാന്നുള്ളത് ഒന്നാമത് മനസ്സിലാക്കുന്നത് ഇത് മാവോയുടെ കാലത്തുള്ള ചൈനയിലൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഗവൺമെന്റ് ഒരു കാര്യം നിശ്ചയിക്കും, ഗവൺമെന്റ് ചെയ്തു നിങ്ങൾ നിർബന്ധമായിട്ടും ഷോർട്സ് ധരിച്ച് നടക്കണം. അത് അങ്ങനെ ഒരു ഇമ്പോസ്റ്റ് കൾച്ചറൽ ഫാസിസം അത് മാവോയുടെ കാലത്തുള്ള ചൈനയിലും അതുപോലുള്ള ഫാസിസ്റ്റ് കൾച്ചറൽ ഫാസിസത്തിലൊക്കെ നടക്കും. ഓരോ ആളുകൾക്കും അതിൽ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്. ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് പറ്റും, നിങ്ങൾക്ക് വായ് കൊണ്ട് പാടുന്ന ജസ്റ്റ് നിങ്ങളുടെ സോങ് മാത്രം പറ്റും എന്നൊക്കെയുള്ള ഇതിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ വിശ്വാസത്തിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനില്ലേ? പെൺകുട്ടികൾ പാൻസും ഷർട്ടും ഇടാൻ പാടില്ല എന്നതായിരുന്നു ഒരു സമയത്ത് കേട്ട കരച്ചിൽ. അത് കഴിഞ്ഞ് കുടുംബശ്രീ പ്രതിജ്ഞയിൽ ആണിനും പെണ്ണിനും തുല്യ സ്വത്ത് നിയമം എന്ന് കേട്ടപ്പോൾ അതായി പ്രശ്നം. അത് വലിയ പ്രശ്നമാണത്രേ. പെണ്ണിന് ആണിന്റെ അത്ര തുല്യത സ്വത്തിന്റെ കാര്യത്തിൽ വേണ്ട എന്ന്. ഒരുമിച്ചിരുന്നാൽ പ്രശ്നം, മിണ്ടിയാൽ പ്രശ്നം. ഇന്നിപ്പോൾ ഈ പ്രശ്നം സുംബയിലാണ് എത്തി നിൽക്കുന്നത്. അങ്ങനെ ഇപ്പോ സ്കൂൾ കുട്ടികൾ അല്പവസ്ത്രധാരികളായി സുംബ കളിക്കേണ്ടത്രേ. ഇതിനിടയ്ക്ക് എവിടെ നിന്നാണ് ഈ അല്പവസ്ത്രം കടന്നു വന്നത് എന്നാണോ? അവർ കണ്ട സുംബയൊക്കെ അങ്ങനെയാണ്. ചുരുക്കി പറഞ്ഞ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ വലിയ പ്രശ്നമാണ്. ആർക്കാണ് പ്രശ്നം? സംശയിക്കാനൊന്നുമില്ല, മുസ്ലിം തീവ്രവാദികൾക്ക് തന്നെയാണ്. അവരാണ് ഇപ്പോ കുറച്ചു കാലമായി കേരളത്തിലെ മുസ്ലിങ്ങളുടെ നാവായി സ്വയം പ്രവർത്തിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോൾ അപ്പൊ വരും പെണ്ണുങ്ങൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. സ്കൂളിൽ ലഹരിക്കെതിരെ കുട്ടികൾ സുംബാ നൃത്തം ചെയ്താൽ സംസ്കാരം ഒലിച്ചു പോകുമെന്നതാണ് പുതിയ വാദം. പെണ്ണുങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിനല്ലാതെ ചലിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് തുറന്നു പറയാൻ മടിയുള്ള ചിലർ സുംബ കളിച്ചാൽ ലഹരി ഉപയോഗം നിൽക്കുമോ എന്നൊക്കെ ചോദിച്ചാണ് പിടിച്ചു നിൽക്കുന്നത്. ഇതിനിടയിൽ ഒരാൾ പറയുന്നത് ഞങ്ങൾ മുസ്ലിംസിന് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഇഷ്ടമില്ല, സുംബ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ നൽകുന്ന ഒന്നാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത് എന്നാണ്. ഇങ്ങനെയുള്ള വെറൈറ്റി മണ്ടത്തരങ്ങൾ കേൾക്കാനും ഒരു പ്രത്യേക രസമാണ്, അതും ഇയാളിൽ നിന്നാകുമ്പോൾ പ്രത്യേകിച്ചും. ഇവരുടെ ഈ അടുത്ത് വന്ന ആവശ്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കൊരു സംശയം, ഒരു താലിബാനാണോ ഇവർ ആഗ്രഹിക്കുന്നത് എന്ന്. എങ്ങനെയാണ് കേരളം പോലൊരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ പറയാനും ആഗ്രഹിക്കാനും ഇവർക്ക് കഴിയുന്നത്? എങ്ങനെയാണ് ഇവരുടെ ഈ പറച്ചിലുകൾ ഭൂരിപക്ഷ മുസ്ലിങ്ങളുടെ ശബ്ദം എന്ന രീതിയിൽ പുറത്തു വരുന്നത്? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സദാചാര ഗുണ്ടായിസം കാരണം കണ്ണൂരിൽ ഒരു മുസ്ലിം സ്ത്രീക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അതുമായി ബന്ധപ്പെട്ട് പി.കെ. ശ്രീമതി ടീച്ചർ സംസാരിച്ചതിനെ പറ്റി ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ ഒരു മതപണ്ഡിതൻ എഴുതിവിട്ട കമന്റാണിത്. മുസ്ലിം സ്ത്രീകൾ മുസ്ലിം പുരുഷന്മാരുടെ പ്രോപ്പർട്ടിയാണ് എന്ന് കരുതുന്ന ഒരു മഹാൻ. സ്ത്രീകളെ അങ്ങേയറ്റം വികലമായി കാണുന്ന ഒരു മനസ്സുണ്ടാവുക എന്നതാണ് താലിബാനിസത്തിന്റെ പ്രത്യേകത. സ്ത്രീ ഇരയാകുമ്പോൾ വേട്ടക്കാരനെ പ്രകീർത്തിക്കുക, സ്ത്രീയുടെ വസ്ത്രത്തെ കുറ്റപ്പെടുത്തുക, പരസ്യമായി വെർബൽ റേപ്പ് നടത്തുക, സ്ത്രീയുടെ വസ്ത്രം, ചലനം, സഞ്ചാര സ്വാതന്ത്ര്യം, സമത്വം എന്നീ പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ത്രീക്കെതിരെ ഘോരഘോരം വാദിക്കുക. എന്നാൽ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ വാർത്തയാകുമ്പോൾ ഒന്നുകിൽ മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ സ്ത്രീയെ തന്നെ കുറ്റപ്പെടുത്തുക. ഈ ഒരു മാനസിക നിലയിലേക്കാണ് ഇത്തരം വാദങ്ങൾ പുരുഷന്മാരെ കൊണ്ടുചെന്നെത്തിക്കുക. സവാദ് സംഭവം അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. സവാദിന്റെ പ്രവൃത്തിയെ പൊക്കി പറയുന്നവർക്ക് ഒരിക്കലും സ്ത്രീകൾക്ക് തന്റെ ഇടം ഉണ്ടാകുന്നത് അവർ പുരുഷന്മാരുമായി ഇടകലരുന്നതൊന്നും ഇഷ്ടപ്പെടില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ രഹസ്യമായി ചൂഷണം ചെയ്യപ്പെടാനുള്ളവരാണ്. അങ്ങനെ തന്നെ തുടരാൻ ഏതറ്റം വരെയും അവർ പോകും. സവാദിനെ സപ്പോർട്ട് ചെയ്യുന്നത് മുസ്ലിം പുരുഷന്മാർ മാത്രമല്ലല്ലോ, എല്ലാ ടൈപ്പ് പുരുഷന്മാരുമില്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടാകും നിങ്ങൾ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു പെണ്ണിന്റെ വസ്ത്രം നോക്കി സോഷ്യൽ മീഡിയയിൽ അവളെ വിധിക്കാൻ ഏറ്റവും മുന്നിലുള്ളത് കേരളത്തിൽ നിന്ന് മുസ്ലിം പുരുഷന്മാരാണ്. സുംബ എന്ന് കേൾക്കുമ്പോൾ പോലും അല്പവസ്ത്രം എന്ന ചിന്തയിലേക്ക് പോകുന്നതും ഈ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടാണ്. ഇത്തരം ചിന്താരീതികളെ കോൾ ഔട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അത് തുറന്നു പറയാനുള്ള ആർജവം നമ്മുടെ നാട്ടിലെ സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയക്കാരും കാണിച്ചില്ലെങ്കിൽ നഷ്ടം ഈ നാട്ടിലെ സ്ത്രീകൾക്ക് മാത്രമല്ല, മൊത്തത്തിലുള്ള നമ്മുടെ പുരോഗമനത്തിൽ കൂടിയാണ്. ഇങ്ങനെയുള്ള ആളുകളെ താലിബാൻ അനുകൂലികൾ എന്ന് പറയുന്നതൊക്കെ കുറച്ച് ഓവറല്ലേ എന്ന് ചിലർക്ക് തോന്നുന്നുണ്ടാകും. എന്നാൽ അത് ഒട്ടും ഓവറല്ല. അവർ ആ ഒരു ലെവലിലേക്ക് എത്താത്തതിന്റെ കാരണം ചുറ്റിലുമുള്ള സമൂഹം ഇപ്പോഴും അതിനെ എതിർക്കും, അതിന് ഇനിയും വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് അവർ മനസ്സിലാക്കി പ്രാക്ടിക്കലി പെരുമാറുന്നത് കൊണ്ടാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള ആളുകളെ കാര്യമായി വിമർശിച്ചില്ലെങ്കിൽ, അവരുടെ മണ്ടൻ വാദങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടേ ഇരുന്നില്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന സാമൂഹിക അവസ്ഥ എത്താൻ അധികം സമയമെടുക്കില്ല. ഉദാഹരണത്തിന് ഇറാനിൽ സ്വന്തം മുടി മറയ്ക്കാതെ പബ്ലിക്കിൽ നടക്കാനുള്ള അവകാശം പോലും സ്ത്രീകൾക്കില്ല. എത്രയോ പേർ അതിനുവേണ്ടി സമരം ചെയ്ത് കൊല്ലപ്പെട്ടു. താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നമ്മളൊരു സമൂഹം എന്ന നിലയിൽ തുടക്കത്തിലെ സുംബ ഡാൻസിൽ വരെ മതം കലർത്തി സ്ത്രീകളെ ഒതുക്കാൻ ശ്രമിക്കുന്നവരെ പ്രതിരോധിച്ചില്ലെങ്കിൽ ഇറാനോ അഫ്ഗാനിസ്ഥാനോ അധികം ദൂരെയല്ല. എന്തൊക്കെയായാലും ഇങ്ങനെ സുംബ ഡാൻസ് എന്ന് കേട്ട് ഉറഞ്ഞു തുള്ളുന്നവരുടെ വാർത്തകളുടെ അടിയിലെ കമന്റ് ബോക്സ് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഭൂരിപക്ഷവും അവരെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.